ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ നിങ്ങൾ സ്മാർട്ട് സ്വിംഗ് ട്രേഡർ കാണുകയാണ്. ഈ ചാനലിലെ വീഡിയോകൾ തുടർന്നും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഉടനടി നിങ്ങളിലേക്ക് എത്തും. നിഫ്റ്റി ഊർജ്ജ മേഖലയിൽ സുസ്ഥിരമായ മത്സര നേട്ടമുള്ള കമ്പനികൾക്ക് സാധാരണയായി ശക്തമായ വിപണി സ്ഥാനങ്ങളോ ഉയർന്ന പ്രവേശന തടസ്സങ്ങളോ അല്ലെങ്കിൽ നിയന്ത്രണ നേട്ടങ്ങളോ ഉണ്ടാകും. നിഫ്റ്റി എനർജി സൂചികയിലെ കനന ഓഹരികളെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കാം. അവയുടെ ബിസിനസ് മോഡലുകൾ, നേട്ടങ്ങൾ, അപകടസാധ്യതകൾ, ഭാവി വളർച്ചാ സാധ്യതകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 1. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് RIL മോട്ടോർ ഘടകങ്ങൾ, ലംബ സംയോജനം, പര്യവേക്ഷണം, ശുദ്ധീകരണം, പെട്രോകെമിക്കൽസ്, പുനരുപയോഗ ഊർജ്ജം തുടങ്ങി മുഴുവൻ ഊർജ്ജ മൂല്യ ശൃംഖലയിലും ഇത് പ്രവർത്തിക്കുന്നു. വിപണി നേതൃത്വം, ഒന്നിലധികം വ്യവസായങ്ങളിൽ പ്രബലമായ സ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ കമ്പനി. വൈവിധ്യവൽക്കരണം, എണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾക്കിടയിലും ടെലികോം, ജിയോ, റീറ്റെയിൽ എന്നിവയിലെ ശക്തമായ സാന്നിധ്യം സ്ഥിരത ഉറപ്പാക്കുന്നു. അപകടസാധ്യതകൾ, ഇത് അസംസ്കൃത എണ്ണ വിലയെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. പുനരുപയോഗ ഊർജ്ജ വിഭാഗത്തിലെ മത്സരം, ഭാവി പ്രതീക്ഷകൾ, പച്ച ഹൈഡ്രജനിലേക്കും പുനരുപയോഗിക്കാവുന്ന ഊർജ്ജത്തിലേക്കും ശക്തമായ ഒരു മുന്നേറ്റം, ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് ജിയോ, റീറ്റെയിൽ വിഭാഗങ്ങളുടെ വികാസം. 2. NTPC ലിമിറ്റഡ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ മോട്ടോർ ഘടകങ്ങൾ, സർക്കാർ പിന്തുണ, ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത ഉൽപ്പാദക രാജ്യമായ ഇന്ത്യയ്ക്ക് പരമാധികാര പിന്തുണയുടെ നേട്ടങ്ങൾ ലഭിക്കുന്നു. സ്ഥിര വരുമാന മാതൃക, സംസ്ഥാന സർക്കാരുകളുമായുള്ള ദീർഘകാല വൈദ്യുതി വാങ്ങൽ കരാറുകൾ PPA സ്ഥിരമായ പണമൊഴുക്ക് ഉറപ്പാക്കുന്നു. പ്രവർത്തനശേഷി, ഇന്ത്യയിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ വൈദ്യുതി ഉൽപ്പാദകരിൽ ഒന്ന്. അപകടസാധ്യതകൾ, വർദ്ധിച്ചുവരുന്ന നിയന്ത്രണപരവും പാരിസ്ഥിതികവുമായ സമ്മർദ്ദങ്ങൾ നേരിടുന്ന കൽക്കരിയെ ആശ്രയിക്കൽ, പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ മത്സരം വർദ്ധിക്കുന്നു. ഭാവി പ്രതീക്ഷകൾ, കൽക്കരിയിൽ നിന്ന് മാറി വൈവിധ്യവൽക്കരിക്കുന്നതിനായി സൗരോർജ്ജം, കാറ്റ്, ഹരിത ഹൈഡ്രജൻ പദ്ധതികളിൽ നിക്ഷേപിക്കുക. ഊർജ്ജ സംരക്ഷണത്തിലും ഗ്രിഡ് നവീകരണത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. 3. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് PGCIL മോട്ടോർ ഘടകങ്ങൾ, സ്വാഭാവിക കുത്തക, ഇന്ത്യയുടെ വൈദ്യുതി പ്രസരണ മേഖലയിൽ ഏതാണ്ട് കുത്തകാവകാശമുള്ള ഒരു സർക്കാർ പിന്തുണയുള്ള കമ്പനി. നിയന്ത്രിത വരുമാനം പലപ്പോഴും സർക്കാർ നിയന്ത്രണങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു. ഇത് സ്ഥിരമായ ലാഭം ഉറപ്പാക്കുന്നു. ഉയർന്ന പ്രവേശന തടസ്സങ്ങൾ, ബിസിനസിന്റെ മൂലധന തീവ്ര സ്വഭാവം പുതിയ മത്സരത്തെ തടയുന്നു. അപകടസാധ്യതകൾ, ഫീസ് ഘടനകളെ ബാധിച്ചേക്കാവുന്ന നിയന്ത്രണ മാറ്റങ്ങൾ, വികേന്ദ്രീകൃത വൈദ്യുതി ഉൽപ്പാദനത്തിലേക്കുള്ള മേൽക്കൂര സൗരോർജ്ജം നീക്കം പ്രസരണ ആവശ്യകത കുറയ്ക്കും. ഭാവി പ്രതീക്ഷകൾ, സ്മാർട്ട് ഗ്രിഡുകളിലും ഡിജിറ്റൽ ട്രാൻസ്മിഷൻ നെറ്റ്വർക്കുകളിലും വിപുലീകരണം, പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾക്കായി പ്രസരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുക. 4. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ IOC മോട്ടോർ ഘടകങ്ങൾ, വിപണി ആധിപത്യം, ഇന്ധന ചില്ലറ വിൽപ്പനയിൽ 50%-ത്തിലധികം വിപണി വിഹിതമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ വിപണന കമ്പനി. വിപുലമായ വിതരണ ശൃംഖല, ഇന്ത്യയിലുടനീളമായി 34,000-ത്തിലധികം ഇന്ധന സ്റ്റേഷനുകൾ. സർക്കാർ പിന്തുണ, തന്ത്രപരമായ ഊർജ്ജ കരുതൽ ശേഖരത്തിലും LPG സബ്സിഡികളിലും ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അപകടസാധ്യതകൾ, അസംസ്കൃത എണ്ണ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ബാധിക്കുന്നു. സർക്കാർ വില നിയന്ത്രണങ്ങൾ ലാഭത്തെ ബാധിച്ചേക്കാം. റിലയൻസ്, നയാര എനർജി തുടങ്ങിയ സ്വകാര്യ കമ്പനികളിൽ നിന്നുള്ള മത്സരം. ഭാവി പ്രതീക്ഷകൾ, ഇലക്ട്രിക് വാഹന EV ചാർജിംഗ്, ഹൈഡ്രജൻ ഇന്ധനമാക്കൽ, അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലീകരണം, ശുദ്ധീകരണ ശേഷിയും പെട്രോകെമിക്കൽ ബിസിനസും വർദ്ധിപ്പിക്കൽ. 5. ONGC ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ മോട്ടോർ ഘടകങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ പ്രകൃതിവാതക ഉൽപ്പാദകർ. ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഉൽപ്പാദനത്തിന്റെ 70% ഇത് വഹിക്കുന്നു. സർക്കാർ പിന്തുണ, ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിൽ തന്ത്രപരമായ പങ്ക്. ദീർഘകാല ഊർജ്ജ ആവശ്യകതകൾ, ഇന്ത്യ അസംസ്കൃത എണ്ണയുടെ മൊത്തം ഇറക്കുമതിക്കാരനായി തുടരുമ്പോൾ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ONGC ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അപകടസാധ്യതകൾ, ആഭ്യന്തര എണ്ണ ശേഖരം കുറയുകയും അടിസ്ഥാന സൗകര്യങ്ങൾ വാർദ്ധക്യത്തിലാകുകയും ചെയ്യുന്നു. ആഗോള ക്രൂഡ് ഓയിൽ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ, പുനരുപയോഗിക്കാവുന്ന ഊർജ്ജത്തിലേക്കുള്ള മാറ്റം ഫോസിൽ ഇന്ധനങ്ങൾക്കായുള്ള ദീർഘകാല ആവശ്യം കുറയ്ക്കും. ഭാവി പ്രതീക്ഷകൾ, ആഴക്കടൽ, ഷേൽ വാതക പര്യവേക്ഷണത്തിനായുള്ള വിപുലീകരണം, പുനരുപയോഗ ഊർജ്ജത്തിലും ഗ്രീൻ ഹൈഡ്രജനിലും നിക്ഷേപം. 6. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് AGEL മോട്ടോർ ഘടകങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്. സൗരോർജ്ജത്തിലും കാറ്റാടി ഊർജ്ജത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ദീർഘകാല PPA കൾ സ്ഥിരമായ പണമൊഴുക്ക് ഉറപ്പാക്കുന്നു. പുനരുപയോഗ ഊർജ്ജത്തിനുള്ള സർക്കാർ പിന്തുണ, ശുദ്ധമായ ഊർജ്ജത്തിലേക്കുള്ള ഇന്ത്യയുടെ ആക്രമണാത്മക മുന്നേറ്റത്തിന്റെ നേട്ടങ്ങൾ. അപകടസാധ്യതകൾ, ആക്രമണാത്മകമായ വികാസം കാരണം ഉയർന്ന കടം. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നിയന്ത്രണ അപകടസാധ്യതകൾ. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ആഗോള പുനരുപയോഗ ഊർജ്ജ കമ്പനികളിൽ നിന്നുള്ള മത്സരം. ഭാവി പ്രതീക്ഷകൾ, 2030 ആകുമ്പോഴേക്കും അതിന്റെ ശേഷി 45 ഗിഗാവാട്ട് ആയി വികസിപ്പിക്കുന്നു. ഗ്രീൻ ഹൈഡ്രജനിലേക്കും ബാറ്ററി സംഭരണത്തിലേക്കും ഒരു സാധ്യതയുള്ള പ്രവേശനം. 7. ടാറ്റ പവർ ലിമിറ്റഡ് മോട്ടോർ ഘടകങ്ങൾ, വൈവിധ്യവൽക്കരിച്ച ഊർജ്ജ പോർട്ട്ഫോളിയോ. ചൂട്, ജലം, സൗരോർജ്ജം, കാറ്റ് എന്നിവയിൽ പ്രവർത്തിക്കുന്നു. EV ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, ഇന്ത്യയിലുടനീളം EV ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിൽ മുൻപന്തിയിൽ. ശക്തമായ രക്ഷാകർതൃത്വം, ടാറ്റ ഗ്രൂപ്പിന്റെ പിന്തുണയോടെ വിശ്വാസ്യവും ദീർഘകാല പിന്തുണയും ഉറപ്പാക്കുന്നു. അപകടസാധ്യതകൾ, പുനരുപയോഗ ഊർജ്ജ പദ്ധതികളുടെ മന്ദഗതിയിലുള്ള നടപ്പാക്കൽ, നിരക്ക് വർധനവിന് റെഗുലേറ്ററി അംഗീകാരങ്ങളെ ആശ്രയിക്കൽ,
ഭാവി പ്രതീക്ഷകൾ സൗരോർജ്ജ ശേഷി വർദ്ധിപ്പിക്കൽ സ്മാർട്ട് മീറ്ററിംഗിലൂടെയും ഗ്രിഡ് ആധുനികവൽക്കരണത്തിലൂടെയും വിതരണ ബിസിനസ് ശക്തിപ്പെടുത്തുക ഉപസംഹാരം ഏത് ട്രെൻഡ് സ്റ്റോക്കാണ് ഏറ്റവും ശക്തിയുള്ളത് ഇത് നിക്ഷേപ ലക്ഷ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു സ്ഥിരക്കും സർക്കാർ പിന്തുണയ്ക്കും വേണ്ടി NTPC പവർ ഗ്രിഡ് ONGC വികസനത്തിനും പുനരുപയോഗ ഊർജ്ജത്തിനും വേണ്ടി അദാനി ഗ്രീൻ ടാറ്റ പവർ വൈവിധ്യവൽക്കരണത്തിനും വിപണി നേതൃത്വത്തിനും റിലയൻസ് IOC നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കണമെങ്കിൽ കൂടി സീറോഡക്കയുടെ ലിങ്ക് ഞാൻ വിവരണത്തിൽ നൽകിയിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് തുറക്കാം ഈ വീഡിയോയിലോ മുൻകാല അഭിപ്രായങ്ങളിലോ പരാമർശിച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും സ്വിംഗ് ട്രേഡർ എന്ന യൂട്യൂബ് ചാനലിന്റെ ബാനറിൽ ലഭ്യമാണ് ഇത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതും വ്യാപാരം നടത്തുന്നതും മാർക്കറ്റ് റിസ്കിന് വിധേയമാണ് ഞങ്ങൾ സെബി രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ നാസ്ഡാക്ക് രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ അല്ല തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി ബന്ധപ്പെടുക നിങ്ങളുടെ ലാഭത്തിനോ നഷ്ടത്തിനോ സ്വിംഗ് ട്രേഡർ ഉത്തരവാദിയല്ല ഈ ഉള്ളടക്കത്തിന്റെ പ്രധാന ലക്ഷ്യം ഓഹരി വിപണിയെക്കുറിച്ചുള്ള അറിവും അവബോധവുമാണ് അതിനാൽ ഞങ്ങൾ ഉത്തരവാദികളല്ലെന്നും നിയമപരമായ നടപടികൾക്ക് ബാധ്യസ്ഥരല്ലെന്നും നിങ്ങൾ സമ്മതിക്കുന്നു ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്